പ്രൈസ് ടു ജീസസ്. നമ്മുടെയൊക്കെ ഈ കൊച്ചു ആത്മീയ ജീവിതത്തിൽ ആദ്യകാലത്തൊക്കെ ഒരുപാട് നല്ല അഗ്നിയുള്ളവർ, നല്ല തീയോടുകൂടി ക്ലാസ് എടുത്തവരെന്ന് കാണാനില്ല. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്, ഒന്നും കാണാനില്ലല്ലോ, പഴയതുപോലെ ഒരു മെസ്സേജ് ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. പലരും വീണുപോയി, ഇന്ന് പലരുമില്ല, ഈ ആത്മീയ വേലയിലില്ല, പലരുമില്ല. ഇത് നമുക്കൊരു പാഠമായി. ക്ലാസ് കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാണ്. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ ഇട്ടിട്ട് പോകുമോ? മുമ്പിൽ അതിശക്തമായ ചെങ്കടൽ, പുറകില് തേനീച്ച പോലെ ഫറവോയും സൈന്യവും. ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇട്ടിട്ട് പോകുമോ? മോശയെ പറയുന്നു, ഞങ്ങൾ ഈ ചെങ്കടലിട്ട് കൊല്ലാൻ കൊണ്ടുവന്നാണോ? നമ്മൾ പറയുമോ, ഇത്ര നാളായി ഞാൻ കൂടെ നടക്കുന്നു, ഇത്ര നാളായി എല്ലാ ധ്യാനത്തിനും ഞാൻ പങ്കെടുക്കുന്നു, ഇത്ര നാളായി ആത്മീയ ശുശ്രൂഷ മേഖലകളെല്ലാം ഞാൻ ഓടി നടക്കുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു, വചനം പ്രസംഗിക്കുന്നു, ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു കഷ്ടത എനിക്ക് വന്നത് എന്ന് ചോദിച്ച് ഇത് ഇട്ടിട്ടു പോകുമോ? ദൈവം പരീക്ഷിക്കും, ചോദന ചെയ്യും. ദൈവം നിന്റെ വിശ്വാസത്തെ തൂക്കി നോക്കുന്ന ഒരു ടൈം, ഒരു നിമിഷമാണ്. ഇവൻ എന്നെ ഇട്ടിട്ട് പോകുമോ? ഇല്ല, മരണം വരെ ഈ ഭൂമിയിൽ, താൽക്കാലികമായ ഒരു ഭൂമിയിൽ എന്ത് കഷ്ടത ഞാൻ അനുഭവിക്കേണ്ടി വന്നാലും, ഈ നശിക്കാൻ പോകുന്ന ഈ ഭൂമിയിൽ, മാറ്റപ്പെടാൻ പോകുന്ന ഭൂമിയിൽ ഇവിടെയുള്ള കഷ്ടത എനിക്ക് താൽക്കാലികമാണ്. എനിക്കൊരു നിത്യജീവൻ തരാൻ വാഗ്ദാനം ചെയ്ത ദൈവം എന്നെ കൊണ്ടുപോകുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഉണ്ട് എങ്കിൽ, സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ ഇട്ടിട്ട് പോകത്തില്ല. കാരണം വിശ്വാസത്തിന്റെ പരീക്ഷണം വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം കാട്ടിത്തരും. മിസ്രൈമിൽ നിന്നും ഈ ജനത്തെ കൊണ്ടുവരുമ്പോൾ അതിശക്തമായ 10 ബാധ കൊടുത്തു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഒന്നും ഏറ്റിട്ടില്ല. ഇത് ഈ ചെങ്കടലിന്റെ തീരത്ത് വെച്ച് പുറകെ വരുന്ന സൈന്യം മുൻപിൽ ചെങ്കടലുള്ളപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനു പകരം പുറകിലേക്കൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ പറയും, ചെങ്കടലിലൂടെ ഞങ്ങളെ വഴി നടത്താൻ കഴിവുള്ളവനാ ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില്, അല്ലെങ്കിൽ ഈ തന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും മറന്നു പോകുമ്പോഴാണ് ഈ ദൈവത്തെ വിട്ടിട്ട് ഓടുന്നത്. ഇല്ല, ഈ ദൈവത്തിന് കഴിവില്ലാത്ത ദൈവമാണ്. ഇത്രയും പരീക്ഷണങ്ങൾ എന്തിനാ തരുന്നേ, ഇത്രയും കഷ്ടത എന്തിനാ തരുന്നേ എന്ന് ആത്മീയ തലത്തിൽ നിൽക്കുന്ന നിങ്ങൾക്കിടെ അകത്തേക്ക് ഇത് കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, എന്നെ കുറച്ചുകൂടെ ഉലയിലിട്ടുരുക്കി ഒരു സ്വർണം യഥാർത്ഥമാക്കി ആക്കുവാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ 1 കൊരിന്ത്യരുടെ തിരുവചനം, അതിന്റെ 10-ാമത്തെ അധ്യായം 12 ഒന്ന് നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ ലേഖനങ്ങൾക്ക് എഴുതിയ ഇത് ഇങ്ങനെയാണ് വായിക്കുന്നത്. 12-ാമത്തെ വചനം 10-12, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിച്ച് ഓടണം. ഇതൊരു ഓട്ടക്കളം ആത്മീയ ജീവിതം, ഇതൊരു ഓട്ടക്കളം ആത്മീയ ജീവിതം. ഇത് ട്രാക്ക് തെറ്റിയപ്പോയി. അപ്പോ ആത്മീയ ജീവിത തലത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഇവിടെ വലിയൊരു റൂട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരുമോ? ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ഞാൻ ആത്മീയ തലത്തിലാണ് നിൽക്കുന്നത്, എനിക്ക് ആരെയും പേടിക്കാനില്ല, ഞാൻ ഉറച്ചു നിൽക്കുന്നവനാണ്. ഏത് കഷ്ടത വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഇപ്പൊ പ്രയാസമില്ല, ഇപ്പൊ കഷ്ടതയില്ല, ഇപ്പൊ ഒന്നുമില്ല, വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ പോകുന്നു, എന്തു വന്നാലും ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ള തോന്നലുകൾ അകത്തുണ്ടെങ്കിൽ, അത് പൗലോസ് ശ്ലീഹ പറയാൻ, നീ വീഴാതിരിക്കുവാൻ നീ നോക്കിക്കൊള്ളണം. സ്തോത്രം, ഹല്ലേലൂയ.
ഇത് വീണു പോകുമെന്നല്ല, നീ വീഴാതിരിക്കുവാൻ നീ ശ്രദ്ധിക്കണം. മുമ്പിൽ ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വന്നേക്കാം. അതുകൊണ്ട് 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഒന്ന്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകളിൽ മുകളിൽ എന്ന് വെച്ചാൽ അതിനെ ചവിട്ടി മെതിക്കാൻ കഴിവുള്ള പരീക്ഷണങ്ങളെ മാത്രമേ ദൈവം നിനക്ക് തരത്തുള്ളൂ, ആത്മീയ തലത്തിൽ നിൽക്കുന്നവർക്ക്. അപ്പൊ പറയരുത്, കർത്താവേ ഇത്രയേറെ ദൂരം, ഇത്രയേറെ നാൾ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നതാണ്, എന്തുകൊണ്ടാണ് എന്നെ പരീക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. പഴയകാലത്ത് പിതാക്കന്മാർ പരീക്ഷണങ്ങൾ ഏറ്റുമേടിക്കുമെന്ന് നമുക്കറിയാം. കാരണം അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞതല്ല, മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് കൂടുതൽ ഞാൻ അടുത്തേക്ക് ചെല്ലുക, ഞാനൊരു തീയായിക്കൊണ്ടിരിക്കുക എന്നൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടോ? അതോ ദൈവം എന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണോ, എപ്പോഴും എന്നെ പരീക്ഷണമാണോ എന്നുള്ള തോന്നലാണോ? ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും തരും. ഇപ്പോ നമ്മുടെ ആത്മീയ തലത്തിലൊക്കെ നിൽക്കുക, പെട്ടെന്ന് ഒരു ജപ്തി നോട്ടീസ്, എങ്ങനെ നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? കർത്താവേ, ഇത്ര നാള് ഞാൻ കൂടെ നടന്നതല്ലേ, ഇപ്പോൾ എൻ്റെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ അപമാനമേക്കാൻ പോവാ, എൻ്റെ വീട് സ്ഥലമൊക്കെ ജപ്തി വരാൻ പോവാ. കർത്താവ്, എത്ര നാൾ ഞാൻ കൂടെ നടന്നല്ലേ, ഒരു വല്ലാത്ത രോഗം കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല, കയ്യിൽ പണമില്ല. കർത്താവെ, ഞാൻ കൂടെ നടന്ന പെട്ടെന്നാണ് ജീവിത പങ്കാളിയുടെ മരണം വീട്ടിലേക്ക് കടന്നു വന്നത്, ഞാൻ എന്ത് ചെയ്യും? തകർച്ചയുടെ അവസ്ഥയിൽ. അപ്പോൾ ഇരുന്നിട്ട്, ദൈവമേ എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ചോദിക്കുമോ? മറിച്ച്, ഇല്ല കർത്താവേ, ഇതിൻ്റെ അകത്തൊരു നന്മ, ഇതിൻ്റെ അകത്ത് വലിയൊരു അഭിഷേകം നീ എൻ്റെ കുടുംബത്തിലേക്ക് വെച്ചിട്ട ഈ ചെറിയ പരീക്ഷണം എന്നിലേക്ക് തന്നത്. ഇത് പറയും, ഏത് പറയും? ചിന്തിച്ചു നോക്കി. പറയാൻ എളുപ്പമാണ് അല്ലേ? പറയാൻ നമുക്കൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. വരുമ്പോൾ നമ്മുടെ മനോവ്യവസ്ഥ, നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ട്. ഈജിപ്തിൽ നിന്ന് ജനത്തെ ചെങ്കടൽ കടത്തി വീണ്ടും മാറായിലേക്ക് കൊണ്ടുവന്ന് മധുരവെള്ളം, കയ്പായ വെള്ളം, മാറായിൽ മധുരവെള്ളമൊക്കെ ജനം കുടിച്ചു സന്തോഷിച്ചു. വീണ്ടും പോകുമ്പോൾ ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഇവർക്കൊട്ടും ചിന്തിച്ചില്ല, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം, ഞങ്ങളുടെ ശത്രു പുറകിൽ ഇപ്പോൾ അവരുടെ പേര് പോലും ഇല്ല. ചെങ്കടൽ അവരെ മൂടിക്കളഞ്ഞു. ഇനി അവരടുത്തേക്ക് അടുക്കാനില്ല. അപ്പോൾ ഓരോ തലത്തിലും ദൈവം ഞങ്ങളെ നടത്തി കൊണ്ടുവന്ന് മരുഭൂമി കൊണ്ടുവന്ന ദൈവം ദാഹജലം ആവശ്യത്തിന് തന്നു. ഞങ്ങളുടെ വസ്ത്രം പഴകിപ്പോയില്ല, കാലിന് വേദനയില്ല, സമർത്ഥമായി ഓരോ ദിനവും കൊണ്ടുപോകുന്നു. മന്ന തരുന്നു, കാടപ്പക്ഷി തരുന്നു, എല്ലാം ചോദിച്ചതിന് കുറവില്ലാതെ ദൈവം തരുന്നു. വീണ്ടും പൊറുപൊറുക്കുന്നു. എന്തിനു വേണ്ടിയ പൊറുപുറത്ത്? ഈ ലോകത്തിലുള്ള സൗഭാഗ്യത്തിന് വേണ്ടി. നിത്യജീവന് വേണ്ടിയാണോ? അല്ല. വചനത്തിന് വേണ്ടിയാണോ? അല്ല. യഹോവയെ ആരാധിക്കുവാൻ സമയം കിട്ടാത്തതിന്റെ പേരിലാണോ? അല്ല. എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിൽ താൽക്കാലികമായി കിട്ടാനുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് പെറുപെറുക്കാൻ ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്തിൽ ലഭിക്കാനുള്ള ഭൗതിക സ്വത്തിനു വേണ്ടിയിട്ടാണോ ഇന്ന് നിങ്ങൾ മനസ്സ് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ഈ ലോകത്തുള്ള സ്വത്തിന്റെ പേരിലാണോ നിങ്ങൾ പലരുമായി ബഹളവും വഴക്കും ഉണ്ടാക്കുന്നത്? ഈ ലോകത്തിൽ നശിക്കാൻ പോകുന്ന സ്വത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം, അതായത് ദൈവത്തിൽ നിന്നും അകന്നു മാറി ഈ ലോക ജീവിതവുമായി രമ്യതപ്പെട്ടു പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ
വിശ്വാസത്തിലാണ് എന്ന് പറയുന്നുവെങ്കിലും നാളെ നിന്റെ വീഴ്ച ഒരു വലിയ മരം പെടന്ന് വീഴുന്നതിന് പോലെയാണ്. പിന്നെ എണീക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഒരു ചെറിയ മരം വെച്ചു, അത് ഇത്രയേ പൊക്കമായിട്ടുള്ളൂ. അത് വീണ് കഴിഞ്ഞ് നമുക്കൊരു കമ്പടിച്ച് അതിനെ കുത്തി നിവർത്തി കെട്ടി വീണ്ടും നമുക്ക് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാം. പക്ഷെ പടർന്ന് പന്തലിച്ച വലിയൊരു മരമാണ് വീഴുന്നതെങ്കിൽ അതിനെ നിവർത്താൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആത്മീയ തലത്തിൽ വന്നിട്ട് എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ച്, എല്ലാ കൃപയും ലഭിച്ച്, എല്ലാം കണ്ണിൽ ലൈവായി കണ്ട് ആസ്വദിച്ചതിനു ശേഷം ഇതുപോലൊരു ചെങ്കടലിന്റെ നടുവിൽ, ഒരു ചെങ്കടലിന്റെ തീരത്ത് നിർത്തി പുറകെ മറ്റൊരു സൈന്യവും മുമ്പിൽ ചെങ്കടലും അല്ലെങ്കിൽ എരീഹോ പോലുള്ള ഒരു കോട്ടയം വന്നു കഴിയുമ്പോൾ ഈ ദൈവം പരീക്ഷിക്കുന്ന ദൈവമാ വേണ്ട എന്ന് ഇട്ടിട്ട് പോകുമ്പോൾ നിന്റെ വീഴ്ച അതിഭയങ്കരമാണ്. നിനക്ക് എണീപ്പിക്കാൻ പറ്റത്തില്ല. നിന്നെ പിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇനി അഥവാ കൊണ്ടുവരാൻ ശ്രമിച്ചാലും നീ പറയും, അതെ ആ വചനമൊക്കെ എനിക്കറിയാം, നിങ്ങൾ പറയുന്ന ഈ വചനമല്ല, അതൊക്കെ എനിക്കറിയാം. കാരണം ഇത്രയും വർഷം നടന്ന് പഠിച്ചതാ, ഇത്രയും നാള് പ്രാർത്ഥന കൂട്ടായ്മയുടെ കൂടെ നിന്ന് സകലതും പഠിച്ചതാ. അപ്പോ ഒരു ബ്രദർ വന്നിട്ട് പറയാ, അല്ല നീ മാനസാന്തരപ്പെടണം. അതിനാണ് യാക്കോബ് പറയുന്നത്, മാനസാന്തരപ്പെട്ടിട്ട് നീ വീണ്ടും പോയാൽ നീ മാനസാന്തരപ്പെടാതിരുന്നുവെങ്കിൽ, ദൈവത്തെ അറിയാതിരുന്നുവെങ്കിൽ നല്ലത്. എന്ന് വെച്ചാൽ നീ മാനസാന്തരമൊക്കെ പെട്ടു, ദൈവത്തിന്റെ എല്ലാ വരദാനങ്ങളും കൃപകളും ഒക്കെ പ്രാപിച്ച് അനുഭവിച്ച് ടേസ്റ്റ് രുചിച്ചറിഞ്ഞിട്ട് വീണു പോയാൽ ഒരു ബ്രദർ വന്നിട്ട് പറയാം, അല്ല സഹോദര അതങ്ങനെയല്ലെങ്കിൽ, അതെനിക്കറിയാം, അതിനൊക്കെ എനിക്കറിയാം. അപ്പോ ശരിയെന്ന് അടുത്ത അതെല്ലാം എനിക്കറിയാം. പിന്നെ അവൻ ഏത് വചനം പറഞ്ഞ് മാനസാന്തരപ്പെടുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതെങ്കിലും ഒരു വചനം പറഞ്ഞ് അവനിതെല്ലാം അനുഭവിച്ചതാ. ഇതുപോലെയാണ് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ നീ വീഴാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പൗലോസ് പറഞ്ഞു. അത് വളരെ ശക്തമായ ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ മനുഷ്യന് നേരിട്ടിട്ടല്ലാത്തതിനേക്കാൾ വലിയൊരു പരീക്ഷണം നിനക്കൊരിക്കലും ദൈവം തരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക വ്യക്തികൾ വീണു പോയത് ഇവിടെയാണ്. തകർച്ച വരുമ്പോൾ, വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ, സാമ്പത്തികമായി ഒരുപാട് പ്രതികൂലങ്ങൾ വരുമ്പോൾ പറയും, മടുത്തു, പറ്റത്തില്ല, തളർന്നു, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇപ്പോൾ പഴയതുപോലെ എങ്ങനെ കേൾക്കാൻ ആരുമില്ല. ഇതെല്ലാം മറ്റുള്ളവരെ നോക്കിയല്ല നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടത്. നിന്നെ തന്നെ ശോധന ചെയ്യണം, സ്വയം അഭിഷേകത്തിലാകണം, സ്വയം ശോധന ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓടുന്നവൻ സ്ഥിരതയോടെ ഓടണം. ഈ ഓട്ടക്കളത്തിൽ ആരും കൂടെ സഹായിക്കാനുണ്ടാകത്തില്ല. ഓടുന്നവൻ സ്ഥിരതയോടെ നീ ഓടണം. നിനക്കൊരു ലക്ഷ്യമുണ്ട്. ഇവിടത്തെ താൽക്കാലിക ജീവിതം കഴിഞ്ഞാൽ ഞാൻ വീണു പോകാതിരുന്നാൽ വാടാത്ത കിരീടം എനിക്ക് ലഭിക്കും. അതാണ് ഒരു വിശ്വാസി. ഇവിടെയാണ് നിന്നെ തൂക്കി നോക്കുന്നത്. എനിക്ക് കൊള്ളാകുന്നവനാണോ? ചെങ്കടലിന്റെ തീരത്ത് കൊണ്ടുവന്നിട്ട് തൂക്കി നോക്കുന്നത് ഇവിടെയാണ്. എനിക്ക് കൊള്ളാകുന്നവനാണോ ഇവൻ? പരീക്ഷകളിൽ ജയിപ്പാൻ പ്രാപ്തനാണോ? അതുകൊണ്ടാണ് യാക്കോബ് വചനത്തില് 1-ാം അധ്യായത്തിലേക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം, പരീക്ഷകളെ സഹിക്കുന്നവൻ ജയിക്കുന്നവൻ ഭാഗ്യവാനാണ്. നീ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ നീ ഭാഗ്യവാൻ. നീ പരീക്ഷകളെ സഹിക്കുന്നവൻ നീ ഭാഗ്യവാനാന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ നിൽക്കുന്നുവെന്ന് കൂടെ ഞാൻ അഭിമാനിക്കുന്നുവെങ്കിൽ, ഞാൻ ഒരുപാട് തലത്തിലാണ് ഉയർന്നു എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ, ഞാൻ എല്ലാ ധ്യാനത്തിനും എല്ലാ കാര്യങ്ങളിലും ഞാൻ ആക്റ്റീവാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പുറകിൽ പൗലോസ് ലീഗ പറയുക, നീ വീഴാതിരിക്കാനും കൂടി നീ നോക്കിക്കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട എല്ലാ മക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.